Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആപ്പിൾ സ്ട്രൂഡലിന്റെ റെസിപ്പിയാണ്. ഇത് ഒരു ഓസ്ട്രിയൻ പേസ്ട്രിയാണ്. നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട പപ്സിന്റെ മധുരമുള്ള ഒരു വേർഷനാണിത്. മധുരത്തോടൊപ്പം തന്നെ ഇതിന് ഗുണവുമുണ്ട്. കാരണം ഇത് ആപ്പിളൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ രുചികരമായ ആപ്പിൾ സ്ട്രൂഡൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പഫ് പേസ്ട്രി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ആപ്പിൾ എടുത്തു. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര്, 1 കപ്പ് ബ്രെഡ് ക്രംസ്, 1 പിടി റേസിൻസ്, അതുപോലെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും 1/2 ടീസ്പൂൺ സിനമൺ പൗഡറും. പിന്നെ നമുക്ക് വേണ്ടത് അല്പം ഉരുകിയ ബട്ടർ. നമുക്ക് ആദ്യമേ ഈ ആപ്പിളിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ഒന്ന് ചെത്തിക്കളഞ്ഞ് ഒരു സ്ലൈസർ ഉപയോഗിച്ച് ഈ ആപ്പിളൊക്കെ നമുക്ക് വളരെ തിന്നായിട്ടുള്ള സ്ലൈസ് ആക്കി എടുക്കണം. അതൊരു ബൗളിനകത്തോട്ട് മാറ്റി കൊടുത്തുകൊണ്ട് നമുക്കതിനകത്ത് വേണ്ടുന്ന ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീര് ഇതിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഈ ആപ്പിളിന് കളർ ചേഞ്ച് ഉണ്ടാവാതിരിക്കാനാണ്. അല്ലെങ്കിൽ ഈ ആപ്പിൾ ഓക്സിഡൈസ് ചെയ്ത് അതിനൊരു ബ്രൗൺ കളറായി പോകും. അപ്പോൾ ഈ നാരങ്ങ നീര് ഒഴിക്കുന്നത് വഴി അതിന് കളർ ചേഞ്ച് ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ടേസ്റ്റും കൂടും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും, ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1 കപ്പ് ബ്രെഡ് ക്രംസും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ സിനമൺ പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്നുകൂടെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ആ കൂട്ടത്തിൽ നമുക്ക് റൈസിൻസും കൂടെ ഇട്ട് കൊടുത്തുകൊണ്ട് വേണം ഇളക്കാനായിട്ട്. അപ്പോൾ അതോടെ ഇട്ട് കൊടുക്കുവാണ് ഞാൻ. ഇനി ഞാൻ നിവർത്തി വെച്ചിരിക്കുന്ന പഫ് പേസ്ട്രിയുടെ ഷീറ്റിനകത്തോട്ട് നമുക്കിതിങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മളിങ്ങനെ റോള് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ വക്കുകളൊക്കെ നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി അത് ഡ്രൈ ആയി പോവുകയോ അങ്ങനെ വല്ലതും ചെയ്തിട്ട് അത് ഒട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരല്പം മുട്ടയുടെ വെള്ള തൂത്ത് കൊടുത്തുകൊണ്ട് അതൊന്ന് പ്രസ് ചെയ്തെടുത്താൽ അത് ഒട്ടിക്കിട്ടുന്നതായിരിക്കും. ഒരു കത്തി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അറ്റം കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുത്ത് നമുക്കതിനൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതൊരു ട്രേയിലേക്ക് മാറ്റി കൊടുത്തുകൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ ചെറുതായിട്ട് ഉരുക്കി വെച്ചിരിക്കുന്ന ബട്ടർ ഒന്ന് തൂത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊരു 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഒരു ഓവനകത്ത് വെച്ച് കൊടുത്തുകൊണ്ട് 20 തുടങ്ങി 25 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ആപ്പിൾ സ്ട്രൂഡൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് 25 മിനിറ്റോളം ഇത് ബേക്ക് ചെയ്തെടുത്തു. പിന്നെ നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ കുറച്ച് വാനില സോസും കൂടി ഒഴിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്തെടുക്കാം. ഈ വാനില സോസിൻ്റെ റെസിപ്പി ഞാൻ മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് കണ്ട് അതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു അടിപൊളി ആപ്പിൾ സ്ട്രൂഡൽ നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ വാനില സോസും കൂടി ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വിഭവം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിന് ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത്. അതുപോലെ ഇനിയും ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.